ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസൈൻ തിങ്കിങ്ങിലെ സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള ഡിഫൈൻ ഫേസിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഡിഫൈൻ ഫേസ് എന്താണെന്നറിയാം. യൂസേഴ്സിൻ്റെ പ്രോബ്ലംസ് കൃത്യമായ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നതാണ് ഡിഫൈൻ ഫേസ്. ഡിഫൈൻ ഫേസിൽ തന്നെ യൂസർ സ്റ്റോറി, യൂസർ ജേർണി മാപ്പിംഗ് ഒക്കെ മെത്തേഡുകളാണ്. അതിൽ ഒന്നാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ ഹൈപ്പോത്തിസിസ്, വാല്യൂ പ്രൊപ്പോസിഷനൊക്കെ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ മൂന്നെണ്ണത്തെ പറ്റിയിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി പറയാം. പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? നമ്മുടെ യൂസറിൻ്റെ പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ അവരുടെ നീഡ്, അവർക്ക് എന്താണ് ആവശ്യം, അതിനുള്ള കാരണം, ആ ആവശ്യം വരാനുള്ള കാരണം എന്താണ്, ഇത് കൃത്യമായ രീതിയിൽ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡിഫൈൻ ഫേസിൽ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി അടുത്ത് വരുന്നത് ഹൈപ്പോത്തിസിസ് ആണ്. ഹൈപ്പോത്തിസിസ് പറഞ്ഞാൽ നമ്മൾ ഡിസൈനേഴ്സ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തണം. ഈ കണ്ടെത്തുന്ന സൊല്യൂഷൻസിന് ഓരോന്നിനും ഓരോ എഫക്റ്റ് ഉണ്ടായിരിക്കും. അതിലേതാണ് കൂടുതൽ സ്യൂട്ടബിൾ, നമ്മുടെ യൂസേഴ്സിൻ്റെ പ്രോബ്ലം അനുസരിച്ച് ഏതായിരിക്കും അവർ കൂടുതൽ സ്യൂട്ടബിൾ എന്ന് നോക്കിയിട്ട് ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കണം. ഇതിനും ഫോർമാറ്റുകൾ വരുന്നുണ്ട്. അത് നമുക്ക് അത് വെച്ചിട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നതാണ് വാല്യൂ പ്രൊപ്പോസിഷൻ. വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ യൂസേഴ്സും ഓരോ ആപ്പോ വെബ്സൈറ്റോ യൂസ് ചെയ്യുന്നത് ഒരു വാല്യൂ വെച്ചിട്ടാണ്, ഒരു വാല്യൂ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അവരതിനെ പറ്റി നോക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന്, നമ്മുടെ ആപ്പ് വെബ്സൈറ്റോ ഒരു യൂസേഴ്സിൻ്റെ അവരുടെ ആവശ്യം നിറവേറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. അവർക്ക് അതിൽ മേജറായിട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഡസ് യുവർ പ്രൊഡക്റ്റ് ഡു എന്ന്, നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് ചെയ്യുന്നത്, അതെങ്ങനെയാണ്, വൈ ഷുഡ് യൂസർ കെയർ, യൂസർ അത് ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതും ഈ വാല്യൂ പ്രൊപ്പോസിഷനിലൂടെ നമ്മൾ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ അത് എഴുതണം. ഇങ്ങനെ ഡിഫൈൻ ഫേസിൽ നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ആയാലും ഹൈപ്പോത്തിസിസ് ആയാലും വാല്യൂ പ്രൊപ്പോഷൻ ആയാലും നമ്മൾ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഡിഫൈൻ ഫേസ് എന്താണെന്നും കൃത്യമായ രീതിയിൽ ഡിസൈൻ തിങ്കിങ് പ്രോസസ്സിലൂടെ കടന്നു പോകാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്തത് ഡിസൈൻ തിങ്കിങ്ങിൽ വരുന്നത് ഐഡിയേറ്റ് ഫേസ് ആണ്. പിന്നെ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോസ് വരുന്നതായിരിക്കും.